മഞ്ജിമയുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമായി. കുട്ടികൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാണ് രണ്ടുപേരുടെയും തീരുമാനം. അവന് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട്. അതുകൊണ്ട് അവളിപ്പോൾ തൽക്കാലം ജോലിക്ക് പോകുന്നില്ല. ഗർഭിണിയാകുമ്പോൾ വീണ്ടും ലീവ് എടുക്കണം. പിന്നെ എന്തിനാണ് വെറുതെ? ആദ്യ രാത്രിയിൽ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവൻ ചോദിച്ചു. അവൾക്കും അതായിരുന്നു ഇഷ്ടം. നല്ലൊരു ചെക്കനെ കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി വേണം. അതിനുവേണ്ടിയാണ് അവൾ ജോലിക്ക് പോയത് തന്നെ. ഇന്ന് രാത്രിയിലും അവൻ്റെ സ്നേഹപ്രകടനങ്ങൾക്ക് കുറവൊന്നുമില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു കരടുണ്ട്. പകലത്തെ ഒരു സംഭവം. രാവിലെ തന്നെ അവൾ ഇന്ന് ഔട്ടിങ്ങിന് പോകുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ പോയി. അവൻ്റെ ജോലി തിരക്ക് അവൾക്കും അറിയാം. ഉച്ചയ്ക്ക് അവൾ അവനെ വിളിച്ച് ഔട്ടിങ്ങിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചു. മാനേജറോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുതിയൊരു ഫയൽ വന്നിട്ടുണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് മേലുദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കുകയും മാർഗമുള്ളൂ. അതൊന്നും അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവനറിയാം. ഹണിമൂണിൻ്റെ സമയത്ത് അവൾ പറഞ്ഞതെല്ലാം അവൻ ചെയ്തു കൊടുത്തു. അവളുടെ മുഖം മാടാതിരിക്കാൻ അവനെല്ലാം ചെയ്തു. ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴും അവൾക്ക് ഒരു മാറ്റവുമില്ല. തൻ്റെ സാഹചര്യം അവളും മനസ്സിലാക്കേണ്ടതല്ലേ. അവനും ചെറിയ പരിഭവമുണ്ട്, പക്ഷെ തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. 4 മണിയായപ്പോൾ അവൾ വീണ്ടും വിളിച്ചു. അപ്പോൾ അവൻ മാനേജറുടെ വഴക്ക് കേട്ടിട്ടിരിക്കുകയായിരുന്നു. ഇടയോടോ ശമ്പളം ഒന്നും മേടിച്ചാൽ മാത്രം പോരാ, കമ്പനിയുടെ കൂറും വേണം. ഈ ഫയലിൻ്റെ പ്രാധാന്യം തനിക്കറിയില്ലേ? മാനേജർ ചോദിച്ചു. അവൻ തലകുനിച്ച് നിന്നു. കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അത് കേട്ടു. ആ സങ്കടത്തിലിരുന്നപ്പോഴാണ് അവൾ വീണ്ടും വിളിച്ചത്. മനസ്സിലെ സങ്കടം രോഷമായി പുറത്തു വന്നു. അവൻ ആദ്യമായാണ് അവളോട് ദേഷ്യപ്പെടുന്നത്. അവൾ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. പിന്നെ അവൾ അവനെ വിളിച്ചില്ല. രാത്രി അവൻ വന്നപ്പോൾ അവളെ സന്തോഷിപ്പിക്കാൻ ചില സമ്മാനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ അവളുടെ മുഖം തെളിഞ്ഞില്ല. ഒന്നാകുമ്പോഴും അവൾ പഴയതുപോലെ പ്രതികരിച്ചില്ല. തൻ്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കണം. ഓഫീസിൽ എൻ്റെ മുകളിൽ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ പറയുന്ന അനുസരിച്ച് എനിക്ക് മാർഗമുള്ളൂ. കമ്പനി നമുക്ക് തരുന്നത് ചെറിയ ശമ്പളമല്ലല്ലോ, അവൻ പറഞ്ഞു. അവൻ വഴക്ക് പറഞ്ഞതിലായിരുന്നു അവൾക്ക് സങ്കടം. പുറമേ ചിരിച്ചെങ്കിലും മനസ്സിൽ അവൾക്ക് അവനോട് അകൽച്ച തോന്നി തുടങ്ങിയിരുന്നു. ചിലപ്പോൾ തന്നുള്ള കൗതുകമൊക്കെ പോയി കാണും. അല്ലെങ്കിൽ ഇന്നലെ വരെ പൊന്നെ കറലേ എന്ന് വിളിച്ചയാൾ ഇത്രയും ദേഷ്യപ്പെടില്ലല്ലോ. അന്നാദ്യമായി 2 പേർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു. രാവിലെ അവൾ യാന്ത്രികമായി അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷെ അവളുടെ പെരുമാറ്റത്തിൽ പഴയ ഊഷ്മളതയില്ലെന്ന് അവന് മനസ്സിലായി. സോറി മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നീ എന്നോട് ക്ഷമിക്കുക, ഞാനിന്ന് ലീവ് എടുക്കാം, അവൻ പറഞ്ഞു. വേണ്ട, ഒടുവിൽ കമ്പനി എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അതിൻ്റെ പഴി ഞാൻ കേൾക്കേണ്ടി വരും, അവൾ പറഞ്ഞു. അവൻ പെട്ടെന്നിറങ്ങി ഓഫീസിൽ പോയി. അവളുടെ യാത്ര പോലും പറഞ്ഞില്ല. ഇന്ന് അവൻ നേരത്തെ വരുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ അവളുടെ പ്രതീക്ഷ തെറ്റിപ്പോയി. അവൻ വന്നില്ല. അവൾ അവഗണിച്ചപ്പോൾ അവനും വാശിയായി. അതായിരുന്നു കാരണം. അതോടെ അവൾക്കും വാശിയായി. അന്ന് രാത്രി 2 പേരും മോൻ തിരിച്ചു കിടന്നു. 2 പേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആദ്യം അവൾ സംസാരിക്കട്ടെ, അവൻ മനസ്സിൽ പറഞ്ഞു. അവളും അങ്ങനെ തന്നെ ചിന്തിച്ചു. രാത്രി വൈകിയും 2 പേരും ഉറങ്ങിയില്ല. പക്ഷേ അവരുടെ അകൽച്ച കൂടുകയായിരുന്നു. രാവിലെ അവൾ എഴുന്നേറ്റപ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. സോറി പറഞ്ഞാലോ? വേണ്ട, അങ്ങനെ ഇപ്പോൾ തോറ്റു കൊടുക്കണ്ട, പിന്നെ എപ്പോഴും തോറ്റു കൊടുക്കേണ്ടി വരും. അവൾ എഴുന്നേറ്റ് പോന്നു. പതിവ് പോലെ യാത്ര പോലും പറയാതെ അവൻ പോയി. അച്ഛനും അമ്മയും അവരുടെ പിണക്കമൊന്നും അറിഞ്ഞില്ല. പക്ഷേ അനിയന് ചെറിയ സംശയമുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചു. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അല്ല, 2 ദിവസമായി ചേട്ടൻ്റെ മുഖത്ത് വയറ്റിൽ നിന്ന് പോകാത്ത പോലെയുള്ളൊരു ഭാവം. കുസൃതിച്ചിരിയോടെ അവൻ പറഞ്ഞു. നിൻ്റെ ചേട്ടന് ഇപ്പം എന്നെക്കാളും വലുത് ജോലിയല്ലേ? എൻ്റെ ജോലിയും രാജിവെപ്പിച്ചു. ഇപ്പം എനിക്ക് ഒരു വിലയുമില്ല, അവൾ പറഞ്ഞു. 2 പേരും തമ്മിൽ വഴക്കെട്ടെന്ന് അവന് മനസ്സിലായി. അല്ല, ശരിക്കും എന്താണ് കാരണം? അവൻ ചോദിച്ചു. അവളെല്ലാം തുറന്നു പറഞ്ഞു. ഇതാണോ കാര്യം? ചേച്ചിക്ക് ഔട്ടിങ്ങിന് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, അവൻ ചോദിച്ചു. നീ ആരാടാ? എൻ്റെ ഭർത്താവാണോ കൂടെ വരാൻ? കൂടെയുള്ളത് ഭർത്താവിൻ്റെ അനിയനാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും? അവൾ ചോദിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാരെ നല്ല സ്നേഹമുള്ളവരാണെന്ന് വിചാരിക്കും. വഴക്ക് കൂടാനാണെങ്കിൽ അയക്കുമോ? അതല്ല, സന്തോഷമായിട്ട് ജീവിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, അവൻ പറഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. അവൾ ആലോചനയിൽ മുഴുകി അവിടെ തന്നെ നിന്നു. ഭർത്താവിൻ്റെ മുന്നിൽ ജയിക്കാൻ ഇതിൽ നല്ലൊരു മാർഗ്ഗമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ മൊബൈലിൽ ഏതോ വീഡിയോ കാണുകയായിരുന്നു. അത് അവളും കണ്ടു. പക്ഷെ കണ്ട ഭാവം കാണിച്ചില്ല. അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. നീ പറഞ്ഞതാണ് ശരി. വാശിയും വഴക്കമായി നടന്നാൽ ജീവിതം പഴയി പോവുകയുള്ളൂ. വൈകുന്നേരം നമുക്കൊന്നിച്ച് പോകാം, അവൾ പറഞ്ഞു. ഞാൻ റെഡി. പിന്നെ ഒരു കാര്യം, പെട്രോളിക്കാൻ കാശ് തരണം. ഞാൻ ചേട്ടനെ ഊറ്റിയാണ് ജീവിക്കുന്നത്, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവനെ പഠിപ്പിക്കുന്നത് ചേട്ടനാണെന്ന് അവൾക്കറിയാം. അവൾ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു. നിങ്ങളുടെ വഴക്കൊക്കെ ഇന്നത്തോടെ തീർത്തേക്കണം. 2 ദിവസമായി ചേട്ടൻ്റെ സങ്കടം എന്നാണെന്ന് എനിക്കറിയാം, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. നീ ഞങ്ങളുടെ മുറിലേക്ക് കാതോർത്ത് കിടക്കുവാണല്ലേ? കുസൃതിച്ചിരിയോടെ അവൾ ചോദിച്ചു. കല്യാണം കഴിക്കാത്തൊരു ചെക്കൻ തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടെന്ന് നിങ്ങൾക്കൊരു വിചാരവുമില്ലല്ലോ, അവൻ ചോദിച്ചു. അവനെല്ലാം അറിയുന്നുണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി. എന്നെ അവഗണിച്ചപ്പോഴാണ് ഞാനും അവഗണിച്ചത്. പക്ഷേ നിൻ്റെ ചേട്ടൻ ഇത്രയും വലിയ വാശിക്കാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, നാണത്തോടെ അവൾ പറഞ്ഞു. ചേച്ചി മനസ്സറിഞ്ഞെന്ന് നോക്കിയാൽ മതി, ചേട്ടൻ്റെ വാശിയെല്ലാം തീരും, അവൻ പറഞ്ഞു. അവൻ്റെ സംസാരം അവൾക്ക് ഇഷ്ടമായി. അവൾ നാണത്തോടെ അവനെ നോക്കി. എല്ലാ കാര്യങ്ങളും എത്ര കൂളായാണ് ഇവൻ കൈകാര്യം ചെയ്യുന്നത്. ചേട്ടൻ്റെ സ്ഥാനത്ത് ഇവനായിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചുപോയി. അവൾ കണ്ടുകാർ നോക്കി നിന്നപ്പോൾ അവനും അറിയാതെ അവളെ നോക്കിപ്പോയി. അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു. നിന്നെപ്പോലെ ഒരാളെയാണ് ഞാൻ കൊതിച്ചത്. നിൻ്റെ അടുത്ത് ഞാൻ ഹാപ്പിയാണ്, അവൾ മന്ത്രിച്ചു. അവൻ്റെ മനസ്സും നൂല് പൊട്ടിയ പട്ടം പോലെയായിരുന്നു. കൂട്ടുകാരനയച്ചു തന്ന വീഡിയോ കണ്ടു കിടന്നപ്പോൾ തന്നെ മനസ്സിൻ്റെ കടിഞ്ഞാൻ പൊട്ടിയതാണ്. ഒന്നാകുമ്പോൾ അവൾ പരിസരം മറന്നു. പക്ഷെ അവൻ ജാഗരൂകനായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാൽ ചേച്ചി മാത്രമല്ല, താനും വീടിന് പുറത്താകുമെന്ന് അവൻ ഉറപ്പാണ്. അവൻ നിമിഷങ്ങൾ കൊണ്ട് അവളെ കീഴടക്കി.
ഒന്നാകുമ്പോൾ അവൾ അവനെ ചേട്ടനുമായാണ് താരതമ്യം ചെയ്തത്. അവനെല്ലാം തികഞ്ഞൊരു ആൺകുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. തിരിച്ച് മുറിയിലെത്തിയപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അവൻ്റെ മുറിയിൽ വന്നു. ഇനി ഔട്ടിംഗ് ഒന്നും വേണ്ട, നിൻ്റെ ഏട്ടന് സംശയം തോന്നിയല്ലോ, അവൾ ചോദിച്ചു. അത് ശരിയാണെന്ന് അവനും തോന്നി. ഇപ്പോൾ രണ്ടു പേർക്കും ഇടയിൽ ആരും അറിയാത്തൊരു ബന്ധമുണ്ടല്ലോ. ഇനി ഞാൻ നിൻ്റെ ഏട്ടനോട് വഴക്കുണ്ടാക്കില്ല. നിൻ്റെ ഏട്ടൻ തരാത്ത സ്നേഹവും പരിഗണനയും നീ തരുന്നുണ്ടല്ലോ, അവൾ പറഞ്ഞു. പിന്നെ ഒന്നാകാനുള്ള ആവേശമായിരുന്നു രണ്ടു പേർക്കും. അവൾ സങ്കടങ്ങളെല്ലാം മറന്നു. വൈകുന്നേരം ഏട്ടൻ്റെ കാർ വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ നിൻ്റെ ഏട്ടനെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത്. ഇനി സ്നേഹം അഭിനയിക്കേണ്ടി വരും. അവൻ ചിരിച്ചു. ചേച്ചി പേടിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. നമുക്ക് രണ്ടു പേർക്കും അഭിനയിച്ച് തകർക്കാം, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി.